ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 9 നടക്കും. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് LDFിലെ സിബിച്ചൻ തോമസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. UDFിലെ അഡ്വക്കേറ്റ് എബി തോമസ് വൈസ് പ്രസിഡന്റാകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നതു മുതൽ രാഷ്ട്രീയ മലക്കം മറിച്ചിലുകളാൽ ശ്രദ്ധയാകർഷിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് ഇടുക്കി. ഭരണം UDFിന് ലഭിച്ചിരുന്നു എങ്കിലും പ്രസിഡന്റായിരുന്ന രാജീവ്ചന്ദ്രൻ കൂറുമാറി LDFിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായതോടുകൂടി UDFിന് ഇവിടെ ഭരണനഷ്ടമുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നിയമ പോരാട്ടങ്ങളുടേതായിരുന്നു. തുടർന്ന് രാജീവ്ചന്ദ്രനെ അയോഗ്യയാക്കിയതോടുകൂടി UDF ഇവിടെ ഭരണം തിരിച്ചുപിടിച്ചു. ഇതേ തുടർന്നാണ് വൈസ് പ്രസിഡന്റായിരുന്ന സിബിച്ചൻ തോമസിനെയും UDF അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. തിങ്കളാഴ്ച രാവിലെ 11-നാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. UDF 7, LDF 5 എന്നതാണ് ഇവിടെ കക്ഷിനില. രാജീവ്ചന്ദ്രനെ അയോഗ്യയാക്കിയ കഞ്ഞിക്കുഴി ഡിവിഷനിൽ ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പും നടത്തും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപെയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കാരണം കഞ്ഞിക്കുഴിയിൽ നിന്നും ഏത് മുന്നണി വിജയിച്ചാലും അത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ യാതൊരു കാരണവശാലും ബാധിക്കുകയില്ല എന്നതാണ് വസ്തുത. മുൻപ് രാജീവ്ചന്ദ്രന്റെ കൂറുമാറ്റത്തെ തുടർന്ന് UDFിന് ഭരണം നഷ്ടമായപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറേണ്ടി വന്ന അഡ്വക്കേറ്റ് എബി തോമസ് തന്നെയാണ് ഇവിടെ വീണ്ടും UDFിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. നിലവിലെ കക്ഷിനിലയിൽ എബി തോമസിന് അനായാസേന വിജയിക്കുവാനും കഴിയും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.